ഹായ്, ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഹിസ്റ്ററിയുടെ ക്ലാസ്സിൽ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കണ്ടു ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ ഹിസ്റ്ററിയുടെ ആദ്യത്തെ ചാപ്റ്ററായ ഹ്യൂമാനിസത്തെക്കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ കണ്ടു ഹ്യൂമാനിസത്തിൻ്റെ ഭാഗമായിട്ട് ഇറ്റലിയിൽ ഉയർന്നു വന്ന റിനൈസൻസ് എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു. ഇന്ന് അതിൻ്റെ കൂടെ നമ്മൾ കണ്ടിരുന്നു ഇറ്റലിയിലെ നഗരങ്ങൾ ഏതൊക്കെയാണ്, ആ നഗരങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈ റിനൈസൻസ് ഇറ്റലിയിൽ വരാൻ അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും ആദ്യമേ നമ്മളിവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഈ പറയുന്ന പോലെ റിനൈസൻസ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇറ്റലിയിൽ ഇത് വലിയ രീതിയിൽ വളരാൻ ഇറ്റലിയെ പ്രാപ്തമാക്കിയിട്ടുള്ള സാഹചര്യങ്ങൾ എന്താണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും ആദ്യമേ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ക്രുസൈഡ്സിനെ കുറിച്ചാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ക്രുസൈഡ്സ് അല്ലെങ്കിൽ കുരിശ് യുദ്ധങ്ങളെ കുറിച്ചാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ക്രുസൈഡ്സ് അല്ലെങ്കിൽ കുരിശ് യുദ്ധങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം 14ാം നൂറ്റാണ്ടിൽ ഈ പറയുന്ന യൂറോപ്പിലുണ്ടാകുന്നു. യഥാർത്ഥത്തിൽ കുരിശ് യുദ്ധങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെറുസലേം എന്ന് പറയുന്ന പുണ്യസ്ഥലത്തെ ചൊല്ലി ഈ പറയുന്ന രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ നടത്തിയ അല്ലെങ്കിൽ ഈ യുദ്ധത്തെയാണ് യഥാർത്ഥത്തിൽ ക്രുസൈഡ്സ് എന്ന് പറയുന്നത്. ഈ ക്രുസൈഡ്സ് ഇറ്റാലിയൻ നഗരങ്ങളെ എന്നാൽ പോസിറ്റീവായിട്ടാണ് ബാധിച്ചത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുരിശ് യുദ്ധങ്ങളിലൂടെ ഇറ്റലിയിലെ നഗരങ്ങൾക്ക് ഇസ്ലാമിക രാജ്യങ്ങളെക്കുറിച്ചും ബൈസാന്റിയൻ സാമ്രാജ്യത്തെക്കുറിച്ചും അവിടെയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ധാരണ കിട്ടുന്നു. അതോടുകൂടി ഇവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗപ്പെടുത്തിയ ഇറ്റലിയിലെ നഗരങ്ങൾ ഈ ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ടും ബൈസാന്റിയൻ സാമ്രാജ്യങ്ങളുമായിട്ടും കച്ചവടം വലിയ രീതിയിൽ കൂട്ടുന്നു. അവർ വലിയ സമ്പന്നമായി വീണ്ടും സമ്പന്നമായിട്ടുള്ള നഗരങ്ങളായി മാറുന്നു. മാത്രമല്ല ഈ അറബ് രാജ്യങ്ങളിലുണ്ടായിരുന്ന ആശയങ്ങളൊക്കെ അവർ പതുക്കെ എന്ത് ചെയ്യുന്നു, അവരുടെ ഈ നഗരങ്ങളിലേക്കും ഏറ്റെടുക്കാൻ വേണ്ടി തുടങ്ങുന്നു. രണ്ടാമത് നമ്മൾ കാണുന്ന മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് ബുബോണിക് പ്ലേഗിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. നമുക്ക് കുറച്ച് നാൾ മുന്നേ നമ്മുടെ നാട്ടിൽ കൊറോണ എന്ന് പറയുന്ന വലിയൊരു രോഗം വന്നിട്ടുണ്ട്. ഇതുപോലെ 14ാം നൂറ്റാണ്ടിൽ യൂറോപ്പിനെ ബാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗമായിരുന്നു ബുബോണിക് പ്ലേഗ് അല്ലെങ്കിൽ പ്ലേഗ് എന്ന് വിളിക്കുന്ന രോഗം. ഈ രോഗത്തിൻ്റെ പ്രത്യേകത ഇത് ബാധിച്ച ആയിരക്കണക്കിന് ആളുകൾ യൂറോപ്പിൽ മരണപ്പെടുന്നു. സ്വാഭാവികമായിട്ട് ആളുകൾ മരണപ്പെട്ടതോടുകൂടി ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അത് കൃഷിയെ ആശ്രയിച്ചിരുന്ന ഭൂപ്രഭുക്കന്മാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഫ്യൂഡലിസം എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് അന്ത്യം കുറിക്കുന്നു. കാരണം ജോലിയെടുക്കാൻ ആളുകൾ ഇല്ലാതായി മാറിയതോടുകൂടി എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊഴിലാളി ക്ഷാമം വളരെ രൂക്ഷമാവുന്നു. കൃഷി ഭൂമിയിൽ പണിയെടുക്കാൻ വേണ്ടി ആളെ കിട്ടാതാവുന്നു. അതോടുകൂടി ഫ്യൂഡലിസം തകരുകയും കച്ചവടത്തിൽ കേന്ദ്രീകൃതമായ ഒരു പുതിയ മിഡിൽ ക്ലാസ് എന്ത് ചെയ്യുന്നു, ഇറ്റലിയിൽ ഉയർന്നു വരുന്നു, യൂറോപ്പിൽ ഉയർന്നു വരുന്നു. അതോടുകൂടി എന്ത് ചെയ്യുന്നു, അത്രയും നാളും ഇല്ലാതിരുന്ന, അത്രയും നാൾ താഴെക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗം സമൂഹത്തിൽ പതുക്കെ ഉയരാൻ വേണ്ടി തുടങ്ങുന്നു. മാത്രമല്ല ഈ കാലഘട്ടത്തിൽ ഈ പ്ലേഗ് വന്നപ്പോൾ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബാധിക്കുന്ന ആളുകളെല്ലാം വളരെ പെട്ടെന്ന് മരണപ്പെട്ടപ്പോൾ ആളുകളുടെ ചിന്തകളിൽ ഒരു മാറ്റമുണ്ടായി. എന്താ ചിന്തയിൽ മാറ്റം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് മനസ്സിലായി ജീവൻ എന്ന് പറയുന്നത് ഏത് നിമിഷം പോകാം. ഓക്കെ, അപ്പം ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് പെർമനൻ്റ് ഒന്നും ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഉള്ള സമയം സന്തോഷമായിട്ട് അവനവൻ്റെ കാര്യം നോക്കിയിട്ട് അവനവൻ എന്താണോ സുഖപ്രദമായിട്ടുള്ള കാര്യം അത് നോക്കി ജീവിക്കണമെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റൊക്കെ ആളുകളുടെ ഇടയിലേക്ക് വരാൻ വേണ്ടി തുടങ്ങി. അത് പുതിയ ഒരു ആശയത്തിന് ലോകത്ത് ഉയർന്നെഴുപ്പിന് കാരണമായി. ആ ആശയത്തെ വിളിക്കുന്ന പേരാണ് മാനവികത അല്ലെങ്കിൽ ഹ്യൂമാനിസം എന്ന് പറയുന്നത്. അപ്പം പ്ലേഗ് എന്ന് പറയുന്ന രോഗം ആളുകളുടെ ചിന്താഗതിയിൽ മാറ്റമുണ്ടാക്കുന്നു. ഒരു പുതിയ ഒരു കൺസെപ്റ്റ് ലോകത്ത് ഉയർന്നു വരുന്നു. മാത്രമല്ല ഈ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മരുന്നുകളൊന്നും ഈ പ്ലേഗിനെ തടയാതിരുന്നപ്പോൾ ആളുകൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ റോമിലും ഗ്രീസിലുമൊക്കെ ഉണ്ടായിരുന്ന മരുന്നുകൾ പരീക്ഷിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ചെറിയ മാറ്റങ്ങൾ അതൊക്കെ ഉണ്ടാക്കുന്നു. പതുക്കെ ആളുകൾ എന്ത് ചെയ്യുന്ന അറിയാമോ, ഈ റോമൻ സാമ്രാജ്യത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നു, കൂടുതൽ പഠിക്കുകയും ആ റോമൻ സാമ്രാജ്യത്തിലെ അല്ലെങ്കിൽ ഇറ്റലിയിൽ പഴയ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഈ റോമൻ സാമ്രാജ്യം എന്ന് പറയുന്ന സാമ്രാജ്യത്തിൽ അവർ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുന്ന അറിയാമോ, ഈ പറയുന്ന ആകൃഷ്ടരാകുകയും റോമൻ സാമ്രാജ്യം വീണ്ടും ലോകത്ത് കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതായത് റോമൻ ലെഗസി എന്ന് പറയുന്ന കാര്യം വീണ്ടും വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവരെന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോമൻ എംപയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ റിമെയിൻസും, ഓക്കെ, ഉദാഹരണത്തിന് ചിലപ്പോൾ അത് ആ കാലഘട്ടത്തിലെ കലയായിരിക്കാം, ആ കാലഘട്ടത്തിലെ സാഹിത്യമായിരിക്കാം, അല്ലെങ്കിൽ മാനുസ്ക്രിപ്റ്റ്സ് അല്ലെങ്കിൽ കയ്യെഴുത്ത് പ്രതികളായിരിക്കാം, അല്ലെങ്കിൽ പെയിൻറ്റിങ്ങുകളായിരിക്കാം. ഈ സാധനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, അവർ അത് വാങ്ങി
സൃഷ്ടിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ഓക്കെ, അതായത് അതെല്ലാം അവർ വളരെ അഭിമാനത്തോടു കൂടി റോമൻ സാമ്രാജ്യത്തിൻ്റെ പുരാതനമായിട്ടുണ്ടായിരുന്ന വസ്തുക്കൾ മുഴുവൻ അവർ സംരക്ഷിക്കാൻ തുടങ്ങുന്നു. മാത്രമല്ല ആ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ ജനങ്ങൾക്ക് ഇതാണ് താല്പര്യമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവരും വളരെ വലിയ രീതിയിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ ചില നഗരങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന പോലെ വെനീസ് പോലെയുള്ള നഗരങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ സൂക്ഷിക്കുക, അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിലെ കലയെ സാഹിത്യത്തെയൊക്കെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അവരുടെ തന്നെ ഒരു പൗരത്വ അല്ലെങ്കിൽ ഒരു പൗരകർത്തവ്യമായിട്ട് കണക്കാക്കുകയും ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ ഈ റോമൻ സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ നോക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 1453 ഈ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന സ്ഥലം തുർക്കികൾ പിടിച്ചെടുക്കുന്നത്. ഓക്കെ, ഇതിനകത്തുണ്ടാകുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഈസ്റ്റേൺ റോമൻ എംപയർ എന്ന് പറയുന്ന ഈ പൗരസ്ത്യ റോമാ സാമ്രാജ്യം എന്ന് പറയുന്ന സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. അവിടെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ, ചരിത്രകാരന്മാരൊക്കെ പഴയ റോമൻ സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ, മാനുസ്ക്രിപ്റ്റ്സ്, പെയിൻറ്റിങ്സ് ഒക്കെ ഇതൊക്കെ കൈവശമുള്ളവരായിരുന്നു. ഓക്കെ, ഈ തുർക്കികൾ ഈ സ്ഥലം പിടിച്ചെടുത്തപ്പോൾ ഇവർക്ക് എന്താ തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഈ കൈവശമുള്ള ഈ സാധനങ്ങൾ ഈ തുർക്കികൾ നശിപ്പിക്കുമെന്ന് മനസ്സിലാക്കി ഇവരെന്ത് ചെയ്യുന്നറിയാമോ, അവർ ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് പോവുകയും ആ ഇറ്റലിയിലെ നഗരങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം സംരക്ഷിക്കുന്ന അവരുടെ ഒരു പൗരകർത്തവ്യമായിട്ട് കരുതുന്ന ഇറ്റലിയിലെ നഗരങ്ങളെ അവർ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ കൈനീട്ടി സ്വീകരിക്കുകയും പതുക്കെ പതുക്കെ ഇറ്റലി എന്ന് പറയുന്ന നഗരം ഒരു വലിയ മാറ്റത്തിന് കാരണമാവുകയും ചെയ്തു. കാരണം അവിടെ എത്തുന്ന ഈ ചരിത്രകാരന്മാരെ ലൈബ്രറി അടക്കമുള്ള സ്ഥലങ്ങളിൽ ചെന്നുകൊണ്ട് ഈ പഴയ റോമൻ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന മനുഷ്യന് പ്രാധാന്യം കൊടുക്കുന്ന മൂല്യങ്ങളെക്കുറിച്ച് ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങുന്നു. സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യുന്നു, ആ ഇറ്റലിയിലെ നഗരങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ഒരു വലിയ മാറ്റത്തിന് കാരണമായി മാറുന്നു. ഓക്കെ, ഇങ്ങനെ ഇത്രയും കാരണങ്ങൾ കൊണ്ട് ഇറ്റലിയിലെ നഗരങ്ങൾ ഒരു പുതിയ മാറ്റത്തിന് എന്ത് ചെയ്യുന്നു, അവർ കൈനീട്ടി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന സമയത്താണ് ആ പുതിയ ആശയമായ റൊണൈസൻസ് അല്ലെങ്കിൽ ഹ്യൂമാനിസം എന്ന് പറയുന്ന ആശയം അങ്ങോട്ട് കടന്നു വരുന്നത്. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ കൂടെ പഠിക്കാൻ വേണ്ടി പോകണം. അതായത് ഇങ്ങനെയാണ്, ഈ നമ്മൾ പഠിക്കുന്ന മധ്യകാലഘട്ടം, അതായത് നമ്മൾ കണ്ടിരുന്നു ഈ പറയുന്ന റിനൈസൻസ് എന്ന് പറയുന്നത് മധ്യകാലഘട്ടത്തിൽ നിന്ന് ആധുനിക കാലഘട്ടത്തിലേക്കുള്ള ഒരു മാറ്റത്തിൻ്റെ സമയമായിട്ടാണ് കണക്കാക്കുന്നത്. അത് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ഈ മധ്യകാലഘട്ടത്തിൽ ആളുകൾ പ്രധാനമായിട്ടും വിശ്വസിക്കുന്ന ഒരു ഐഡിയയെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വിളിക്കുന്ന പേര് സ്കോളാസ്റ്റിസിസം എന്നാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നുകൂടി ശ്രദ്ധിക്കുക. മധ്യകാലഘട്ടത്തിൽ ആളുകൾ പ്രധാനമായിട്ടും പഠിച്ചിരുന്ന ഒരു ആശയം അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ഒരു ആശയത്തെ പേര് സ്കോളാറ്റിസിസം എന്നാണ്. ഈ സ്കോളാറ്റിസിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും ഡിവൈൻ അല്ലെങ്കിൽ ദൈവീകമായിട്ടുള്ള കാര്യങ്ങൾക്ക്, ആഫ്റ്റർ ലൈഫ്, മരണാനന്തര ജീവിതത്തിന്, ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്ത് ക്രിസ്ത്യൻ തിയോളജിയിൽ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആശയമായിരുന്നു. അതായത് സ്കോളാറ്റിസിസം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും മതപരമായിട്ടുള്ള രീതികൾ കാണിരുന്ന ഒരു ആശയത്തെയാണ് സ്കോളാറ്റിസിസം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഈ പുതിയ കാലഘട്ടം അല്ലെങ്കിൽ റിനൈസൻസ് പീരീഡ് ആയപ്പോഴും ഈ സ്കോളാറ്റിസിസത്തിന് പകരം ഒരു പുതിയ ആശയം ലോകത്ത് കടന്നു വരുന്നു. ആ ആശയത്തെ വിളിക്കുന്ന പേരാണ് ഹ്യൂമാനിസം. ഓക്കെ, ഈ ഹ്യൂമാനിസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമാനിസം അവർ പ്രധാനമായിട്ടും പ്രാധാന്യം നൽകിയത് നമ്മൾ കണ്ടു. സ്കോളാറ്റിസിസം ദൈവത്തിനും അതുപോലെ തന്നെ മരണാനന്തര ജീവിതത്തിനുമാണ് നൽകിയിരുന്നെങ്കിൽ ഇവർ പ്രധാനമായിട്ടും പ്രാധാന്യം നൽകിയത് മനുഷ്യൻ്റെ എക്സ്പീരിയൻസുകൾക്ക്, അതുപോലെ തന്നെ ഈ ഇഹലോകം അല്ലെങ്കിൽ ഇപ്പോൾ അവൻ ജീവിച്ചിരിക്കുന്ന ലോകത്തിനൊക്കെയാണ് അവർ പ്രധാനമായിട്ടും പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ മാറ്റം ഇവിടെ ഉണ്ടാകാൻ പോവാണ്. അതായത് ഈ ദൈവപരമായിട്ടുള്ള വിശ്വാസമായിട്ടുള്ള സ്കോളാറ്റിസിസത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ പതുക്കെ പതുക്കെ ഹ്യൂമാനിസം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് വരുന്നു. ഈ ഹ്യൂമാനിസം കടന്നു വന്നതോടുകൂടി ഇറ്റലിയിലടക്കമുള്ള ഈ പറയുന്ന യൂറോപ്പിലുണ്ടായിരുന്ന പല മേഖലകളിലും വലിയ മാറ്റങ്ങളുണ്ടാകുന്നു. പ്രധാനമായിട്ടും പെയിൻറ്റിങ്ങുകളിൽ, ആർക്കിടെക്ചർ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വാസ്തുശില്പത്തിൽ, ലിറ്ററേച്ചർ സാഹിത്യത്തിൽ, ഹിസ്റ്ററിയിൽ, പൊളിറ്റിക്സിൽ, സയൻസിൽ ഒക്കെ വലിയ മാറ്റങ്ങൾ ഈ ഹ്യൂമാനിസം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു. ഓക്കെ, ഇതാണ് യഥാർത്ഥത്തിൽ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതായത് മിഡീവൽ പീരീഡിൽ ആളുകൾ വിശ്വസിക്കുന്ന സ്കോളാറ്റിസിസം എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് പുതിയ ആളുകൾ അല്ലെങ്കിൽ പുതിയ ലോകം, ആധുനിക ലോകത്തിലേക്ക് കിടക്കുന്ന ആളുകൾ ഹ്യൂമാനിസം എന്ന് പറയുന്ന ഒരു ആശയത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുന്നു. അത് പല മേഖലയിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഓക്കെ, നമ്മളിനി നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഹ്യൂമാനിസത്തിൽ കൊണ്ടുവന്ന ആശയങ്ങൾ, ഹ്യൂമാനിസം ആശയങ്ങൾ കൊണ്ടുവന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പെയിൻറ്റിങ്ങിലുണ്ടായ മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഈ പെയിൻറ്റിങ്ങിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നാൾ
ഈ പറയുന്ന സ്കോളാറ്റിസിസത്തിൽ വിശ്വസിച്ചിരുന്ന പെയിൻറ്റേഴ്സ് എന്താ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവരുടെ തീമുകളായിട്ടൊക്കെ എടുത്തിരുന്നത് ക്രിസ്ത്യൻ തിയോളജിയുമായിട്ട് അല്ലെങ്കിൽ ക്രിസ്തു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഓക്കെ, മാത്രമല്ല ഈ ക്രിസ്ത്യൻ തിയോളജിയിൽ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ അത് തീമായിട്ട് എടുത്തിരുന്ന ഇവരുടെ പെയിൻറ്റിങ്ങുകളൊന്നും അത്ര ക്ലാരിറ്റി, മനുഷ്യൻ്റെ മുഖങ്ങളൊന്നും കൃത്യമായിട്ട് അവർക്ക് വരയ്ക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. മാത്രമല്ല മനുഷ്യൻ്റെ മുഖത്തുണ്ടാകുന്ന ഇമോഷൻസ് എങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലെന്ന്. പക്ഷെ റിനൈസ് കൊണ്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, പെയിൻറ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റിയെന്ന് അറിയുമ്പോൾ മനുഷ്യൻ്റെ മുഖങ്ങൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് വളരെ ക്ലാരിറ്റിയോട് കൂടി അവർക്ക് വരയ്ക്കാൻ വേണ്ടി സാധിച്ചു. അതിനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ അവർ ഹ്യൂമൻ അനാട്ടോമിയെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരഘടനയെക്കുറിച്ച് കൃത്യമായിട്ട് അവർക്ക് പഠിക്കാൻ വേണ്ടി സാധിച്ചു. അതായത് മനുഷ്യൻ്റെ മുഖത്തുള്ള പേശികളെക്കുറിച്ച്, മസിലുകളെക്കുറിച്ച് ഒക്കെ അല്ലെങ്കിൽ അവയവങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായുള്ള ധാരണകൾ ആ കാലഘട്ടത്തിൽ അവർക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങി. അതോടുകൂടി ആളുകൾ ഈ ഹ്യൂമൻ അനാട്ടമിയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാമായിരുന്ന ഈ പറയുന്ന റിനൈസൻസ് പെയിൻറ്റേഴ്സ് എന്താ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യമുഖങ്ങൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് വളരെ ക്ലാരിറ്റിയോട് കൂടി കൊടുക്കുന്നു. മാത്രമല്ല എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടം നമ്മൾ പറഞ്ഞു മനുഷ്യൻ്റെ മുഖങ്ങളിൽ ഇമോഷൻസ് ഒന്നും ഇവർക്ക് കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നില്ലായിരുന്നു. പക്ഷേ ഇവർ എന്താ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യൻ്റെ അനോട്ടമിയെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇവർ വളരെ പ്രിസൈസായിട്ട്, വളരെ കൃത്യമായിട്ട്, വളരെ റിയലിസ്റ്റിക് ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ മനുഷ്യൻ ഇമോഷൻസ് എന്താണോ അത് കൃത്യമായിട്ട് ആ വരയ്ക്കുന്ന മുഖങ്ങളിലൊക്കെ കൃത്യമായിട്ട് അവർക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ പെയിൻറ്റിങ്ങുകളിൽ വലിയ മാറ്റം, ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി തുടങ്ങുന്നു. അവർ പതുക്കെ കൃത്യമായ മനുഷ്യ ശരീര രൂപങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടി തുടങ്ങുന്നു. മാത്രമല്ല നമ്മൾ പറഞ്ഞു ഈ ക്രിസ്ത്യൻ തിയോളജി മാത്രം ബേസ് ചെയ്തുകൊണ്ട് വരച്ചിരുന്ന ഇത്തരത്തിലുള്ള ചിത്രങ്ങൾക്ക് പകരം വലിയ മാറ്റങ്ങൾ ഈ പെയിൻറ്റിങ്ങൾ ഉണ്ടായെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇതിനകത്ത് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു അങ്ങനത്തെ തീമുകൾ മാത്രം വരച്ചിരുന്ന ഇവരെന്ത് ചെയ്യുന്നു, ലാൻഡ്സ്കേപ്പുകളെ കുറിച്ച് വരയ്ക്കാൻ വേണ്ടി തുടങ്ങും. അതായത് ഭൂമിയുടെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്, ഉപരിതലത്തിലുണ്ടായിരുന്ന മറ്റു സാധനങ്ങളെക്കുറിച്ചൊക്കെ അവർ വരയ്ക്കാൻ വേണ്ടി തുടങ്ങുന്നു. മാത്രമല്ല അവർ കളറുകൾ ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റിനെയും അതുപോലെ തന്നെ വലിയ ആഘാതങ്ങളെക്കുറിച്ച്, ഭൂമിയിലെ ദൂരെയുള്ള സ്ഥലത്തെക്കുറിച്ചൊക്കെ അവർ കൃത്യമായിട്ട് കാണിക്കാൻ വരുന്നു. അതായത് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് കളർ ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റ് എങ്ങനെ പോകാൻ വേണ്ടി എങ്ങനെയാണ് ലൈറ്റ് വരുന്നത്, അതുപോലെ തന്നെ ദൂരെയുള്ള സ്ഥലങ്ങൾ എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നതൊക്കെ അവർ നോക്കാൻ വേണ്ടി തുടങ്ങി. മാത്രമല്ല ഹ്യൂമൻ ബോഡിയെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് അവർക്ക് വരയ്ക്കാൻ വേണ്ടി സാധിച്ചു. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. മാത്രമല്ല ഓയിൽ പെയിൻറ്റുകൾ എന്ന് പറയുന്ന കൺസെപ്റ്റുകൾ ലോകത്ത് ആദ്യമായിട്ട് തുടങ്ങുന്നതും ഈ റിനൈസൻസ് പീരീഡിലാണ്. അതും ഇറ്റലിയിൽ തന്നെയാണ്. ദെൻ അതുപോലെ തന്നെ പോർട്രേറ്റ്സ്, ഛായാചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടി തുടങ്ങുന്നു. മാത്രമല്ല ഏറ്റവും അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരയ്ക്കുന്ന ചിത്രങ്ങൾ ചിലപ്പോൾ അവർ ദൈവികമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരയ്ക്കാറുണ്ട്. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞ ദൈവത്തിൻ്റെ ചിത്രങ്ങളൊക്കെ വരയ്ക്കാറുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ, ഓക്കെ, അതായത് നമ്മളിപ്പോൾ കാണുന്ന പോലെ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ അതിനകത്ത് ദൈവീകമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. അതായത് ചിത്രം മനുഷ്യൻ്റെ രൂപമായിരിക്കും, അത് ദൈവത്തിൻ്റെ എന്താ പറയുന്നത് ഒരു പ്രതിരൂപം എന്ന രീതിയിലാണ് അവർ വരയ്ക്കുന്നത്. അങ്ങനെ ചിത്രങ്ങളിൽ വലിയ സമൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ പ്രധാനപ്പെട്ട ഇത്തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന റിനൈസൻസ് പെയിൻറ്റേഴ്സ് ആരൊക്കെയാണെന്നും മറ്റേതൊക്കെ മേഖലകളിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, ഇത് എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും പഠിക്കുക. റിനൈസൻസ് പെയിൻറ്റിങ്ങിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്താണെന്ന് ഉറപ്പായിട്ടും ഒരു ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കാം. താങ്ക് യു.